ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സെയിൽസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കമ്പനിയെ എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു സിസ്റ്റം എങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി 3 ആഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രാജ്വലി വളരെ ഘട്ടം ഘട്ടമായി ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് ഒരു കമ്പനിയിലുള്ള സിസ്റ്റം, അല്ലെ? നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മെനക്കെട്ടുണ്ടാക്കിയാലോ എഴുതി കുത്തിയിരുന്ന് എഴുതിയത് കൊണ്ടോ അതുകൊണ്ടൊന്നും സിസ്റ്റം ഉണ്ടാവില്ല. വളരെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ് സിസ്റ്റം. അതുപോലെ തന്നെയാണ് വളരെ ഡീപ്പായി പഠിച്ചു കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് സെയിൽസ്. ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ സ്കിൽ എന്തായിരിക്കണം? അയാൾ ഒരു സാമ്പത്തികമായി കഴിവുള്ള ഒരാളായിരിക്കണം എന്നാണോ? ഒരു ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ സ്കിൽ എന്തായിരിക്കണം? അയാൾ ഒരു നല്ല സെയിൽസ്മാൻ ആയിരിക്കണം, അല്ലെ? നമ്മളൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ നിന്ന് ഒരു റബ്ബർ ഷീറ്റ് എങ്കിലും കട്ടിട്ട് വിറ്റിട്ടെങ്കിലും ആയിരിക്കും ചിലപ്പോ കച്ചവടത്തിലേക്കൊക്കെ ഇറങ്ങിയത്, അല്ലെ? നമ്മളിൽ പലരും എന്തെങ്കിലും ചെറുപ്പത്തില് വിൽപ്പനകൾ, കൊടുക്കൽ വാങ്ങലുകൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ മെല്ലെ മെല്ലെ പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് ഒറ്റയാൽ പട്ടാളമായി പലതും വിറ്റു. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും സെയിൽസിലേക്ക് എത്തുന്നത്. നമ്മൾ വലിയ കോർപ്പറേറ്റ് കമ്പനികളെ ചർച്ച ചെയ്താൽ പോലും ഇത് നമുക്ക് കാണാൻ പറ്റും. തലയിൽ വെച്ച് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുന്ന ഒരാളായിരിക്കും പിന്നീട് വലിയൊരു കച്ചവടക്കാരനാകുന്നത്. ഒരു സെയിൽസ്മാൻ ആണ് പൂർണ്ണമായും ഒരു നല്ല കച്ചവടക്കാരനാകാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോ ഞാൻ ഈ വെബിനാറിന്റെ വിഷയം പറയുന്നത് അതിലേക്കും കൂടി ഒന്ന് ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സെയിൽസ്മാന്റെ ഏറ്റവും വലിയ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അയാൾ കമ്മ്യൂണിക്കേഷൻ ആണ്. നന്നായി സംസാരിക്കാൻ അറിയാം, നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം എന്നുള്ളത് വലിയൊരു ഘടകമാണ്, അല്ലെ? നമ്മളൊരു സെയിൽസ്മാനെ ഹയർ ചെയ്യുന്ന സമയത്ത് അയാൾ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നോക്കുക എന്താണ്? അയാളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ നോക്കും. നമ്മൾ ഈ വെബിനാറിൽ വിഷയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഞാൻ പറയാൻ കാരണം, നാളെ നമ്മളെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും പല ഡിഫറൻ്റ് ആയ സബ്ജക്റ്റുകൾ ഇതിൽ കൈകാര്യം ചെയ്യണം. ഇതുകൊണ്ടുള്ളൊരു ഗുണം, കമ്പനി ഓണർ നല്ല സെയിൽസ്മാൻ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളല്ല നമ്മുടെ ഓഫീസിൽ കച്ചവടം നടത്തുന്നത്, അല്ലെ? നമ്മളെ ഷോപ്പിൽ കച്ചവടം നടത്തുന്നത് നമ്മളല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിലുള്ള സെയിൽസിന്റെ സ്റ്റാഫിനെ വളരെ കറക്റ്റായി ഡയറക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുകയാണ്. അപ്പോ ഒരു കമ്പനി ഓണറെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫുകൾക്കുള്ളതിനേക്കാളും നന്നായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അറിയണം, ബിസിനസിനെ കുറിച്ച് അറിയണം, സെയിൽസിനെ കുറിച്ച് അറിയണം. അത് കോച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വേണം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നല്ലൊരു ട്രെയിനറെ കൊണ്ടുവന്നിട്ട് ഒരു ക്ലാസ് എടുപ്പിച്ചാൽ സ്റ്റാഫൊക്കെ നന്നാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും. ട്രെയിനർ ആവശ്യമുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ഒരു ട്രെയിനറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ട്രെയിനർ ആരാണ്? സത്യത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്ലാനുകളാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും നന്നായിട്ട് പറയാൻ സാധിക്കേണ്ടത് കമ്പനി ഓണർക്കാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒരു എഡ്യൂക്കേഷൻ സെന്ററും ആക്കി ഇതിനെ മാറ്റാമെന്ന് കൂടി ഇതിന്റെ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടി ഇതിലേക്ക് പറഞ്ഞു. അപ്പോ കമ്പനി ഓണറാണ് ഏറ്റവും നല്ല സെയിൽസ്മാൻ എന്നല്ല, അയാൾ സെയിൽസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, സെയിൽസിന്റെ ക്ലോസിംഗ് അറിയുന്ന ഒരാളായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതുണ്ടാകുമ്പോഴേ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സെയിൽസ് ടീമിന് എങ്ങനെയൊക്കെ സെയിൽസ് ചെയ്യണം, എങ്ങനെ ക്ലോസ് ചെയ്യണം, ഒരു കൺവേർഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളെ ക്ലോസിംഗിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുക അപ്പോഴാണ്. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയ 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ വിഷയത്തിൽ. സെയിൽസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായി പഠിക്കേണ്ട, വളരെ ഡീപ്പായി നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട
ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഒരു സെയിൽസിൽ ഓരോ കമ്പനിയിലും ഡിഫറെന്റ് ആയിരിക്കും. സെയിൽസിന്റെ മെത്തേഡ് ഓരോ കമ്പനിയിലും ഡിഫറെന്റ് ആയ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മളിപ്പോ ലുലുവിൽ പോകുമ്പോൾ കാണുന്ന സെയിൽസ് ആയിരിക്കില്ല ഒരു റിയൽ എസ്റ്റേറ്റ് സെന്ററിൽ പോകുമ്പോൾ ഉണ്ടാകുക അല്ലെ. ഓരോ സ്ഥലത്തും സെയിൽസിനുള്ള അതിന്റെ ഉയർച്ച താഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു സെയിൽസ്മാന് അതിനെ വളരെ ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സെയിൽസ്? പലരും ചിന്തിക്കുന്നത് പോലെ ഒരു സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പല ആൾക്കാരും ചിന്തിക്കുക സെയിൽസ് എന്ന് പറയാം ഒരു കസ്റ്റമർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങുന്നു, നമ്മൾ പൈസ വാങ്ങുന്നു, അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മേശയിലേക്ക് ഇടുന്നു അല്ലേ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നു, അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മേശയിലേക്ക് ഇടുന്നതാണ് സെയിൽസ് എന്നാണ് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞ വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു ശാസ്ത്രീയതയാണ്. പലപ്പോഴും ഒരു പാരമ്പര്യ കച്ചവടത്തിൽ സാധാരണ കാഷ്യർ ഇരിക്കുന്നു, അതിനിപ്പുറം ഒന്നോ രണ്ടോ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്നു, ആൾക്കാർ ആവശ്യത്തിനനുസരിച്ചിട്ട് പോയിട്ട് നിന്നത് വേണം എന്ന് പറയുന്നു. അതൊക്കെ കാലം മാറി. ഇന്ന് വളരെ കൃത്യമായ കൺവീനിയൻസ് ആയി സാധനങ്ങൾ വാങ്ങാൻ കസ്റ്റമർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് എന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്റെ പെട്ടിയിലേക്ക് വീണെങ്കിൽ അതിന് വലിയൊരു പ്രോസസ്സുണ്ട്. അപ്പൊ ആ സെയിൽസ് എന്താണ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സെയിൽസ് എന്ന് വെച്ചാൽ സെയിൽസ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് എ കസ്റ്റമേഴ്സ് നീഡ്. ആദ്യം നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കലാണ് ഒരു സെയിൽസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കച്ചവടം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, എന്നിട്ട് ഓഫറിംഗ് ദ റൈറ്റ് സൊല്യൂഷൻ, റിലേറ്റിംഗ് വാല്യൂ ആൻഡ് കൺവേർട്ടിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ പ്രോഫിറ്റബിൾ ട്രാൻസാക്ഷൻ. അത് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനെ ഒരു ട്രാൻസാക്ഷനിലേക്ക്, അതിനൊരു ഇടപാടിലേക്ക് എത്തിക്കുന്നതിനാണ് സെയിൽസ് എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി നടത്താൻ നമ്മുടെ ഓഫീസിലേക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ സെയിൽസ് ടീം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ കമ്പനിക്കും സെയിൽസ് ടീം ഉണ്ടാവും. സെയിൽസ് ടീം ഉള്ളവരായിരിക്കില്ല നമ്മുടെയൊക്കെ കമ്പനിയിലുള്ളത്. എല്ലാം കുറെ ഓഫീസ് സ്റ്റാഫുകളൊക്കെ എടുത്ത് ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചതാണ്. എന്താണ് സെയിൽസ് എന്നറിയുന്നതിന് മുമ്പ് ഒരുപാട് കാലം ഇതൊക്കെ അനുഭവിച്ചതാണ്. 5ഉം 8ഉം സ്റ്റാഫുകൾ ഉണ്ടാവും. ഈ സ്റ്റാഫുകൾ തന്നെ ആയിരിക്കും ഓപ്പറേഷൻ, അവർ തന്നെ ആയിരിക്കും സെയിൽസും ചെയ്യുന്നത്. അവരോട് സെയിൽസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അറിയൂല. അപ്പോ ഏതെങ്കിലും കസ്റ്റമർ വന്നാൽ അവരൊന്ന് വിവരിച്ചു കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഒരു കാരണവശാലും ഒരു ക്ലോസിംഗിലേക്ക് എത്തൂല. അപ്പോൾ ഒരു 50 കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1-2% കസ്റ്റമേഴ്സ് മാത്രം മുറിയും. ബാക്കിയുള്ളത് മുറിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്റ്റാഫിന് ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കറക്റ്റ് സെയിൽസ് എന്താണ് എന്ന് നമ്മുടെ സ്ഥാപനത്തിൽ അതിനെ പ്ലാൻ ചെയ്ത് അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സെയിൽസ് പരാജയപ്പെടും. മുമ്പ് നമ്മളൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഓപ്പറേഷൻസും അക്കൗണ്ട്സും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പൊ അക്കൗണ്ടിൽ ഒരാൾ ഇരിക്കുന്നതൊക്കെ അയാൾ അക്കൗണ്ട്സ് ചെയ്യുന്നു, അയാൾ അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഓപ്പറേഷൻസ് ഇപ്പൊ നമ്മുടെ ടൈപ്പിംഗ് സെന്റർ അല്ലെങ്കിൽ തഹ്ഫീൽ തന്നെ തുടക്കത്തിലൊക്കെ ഞാൻ പറയാം, അത് തുടങ്ങുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഈ സെയിൽസിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്ന സ്വാഭാവികമായും ചെയ്യാം 4-5 സ്റ്റാഫുകൾ എടുക്കും. ഇവരെന്നെ ലൈസൻസ് എടുക്കണം, ഇവർ ടൈപ്പ് ചെയ്യണം, ഇവർ കസ്റ്റമർ വന്നാൽ സംസാരിക്കണം, ഇവർ ക്ലോസ് ചെയ്യണം. ഇവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പല ടെൻഷൻ ഉണ്ടാവും. ഓപ്പറേഷൻസിന്റെ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേറെ മറുപടികൾ കൊടുക്കേണ്ട ടെൻഷൻ ഉണ്ടാവും. ഈ രൂപത്തിൽ പല കാര്യങ്ങളും നടക്കുന്നതിനിടയിൽ കസ്റ്റമർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കസ്റ്റമർ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നോ ഒരു സെയിൽസ്മാന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആദ്യം സെയിൽസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം. സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ അയാളുടെ ഏറ്റവും വലിയ ചുമതല കസ്റ്റമറെ ക്ലോസ് ചെയ്യലായിരിക്കണം, കസ്റ്റമറെ ഹണ്ട് ചെയ്യലായിരിക്കണം, കസ്റ്റമറെ കണ്ടെത്തലായിരിക്കണം. അത് കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയിലെ സെയിൽസിന്റെ ഏറ്റവും വലിയ ചുമതല. ഈ സെയിൽസ് ഇല്ലാതെ നമ്മൾ തന്നെ സെയിൽസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ കമ്പനി ഗ്രോത്ത് ചെയ്യും.
ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ നമ്മൾ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി കമ്പനികൾ ഡെയിലി നമ്മൾ അതിന്റെ പ്രോസസ്സിങ് നടത്തുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്പനികളെ ലൈസൻസും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. പല ടൈപ്പ് എന്റർപ്രണേഴ്സിനെ കാണാറുണ്ട്. അപ്പൊ ഇതിൽ പല ആളുകളും മറ്റുള്ള ഇപ്പൊ ഒരു ടെക്നിക്കൽ സർവീസ്, ഇപ്പൊ അജ്മലൊക്കെ ടെക്നിക്കൽ സർവീസ് അല്ലേ. അപ്പോ ടെക്നിക്കൽ സർവീസ് അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ചിലപ്പോ അതിന്റെ മറ്റുള്ള പണികൾ നടത്താൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും, ചുമതലയിൽ ഒരാളുണ്ടാവും. ഇപ്പൊ ഒരു കാർപ്പൻട്രി പണിയെടുക്കുകയാണെങ്കിൽ അതിന് പറ്റുന്ന നല്ല കാർപ്പൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കസ്റ്റമറെ കണ്ട് കൺവൈൻസ് ചെയ്ത് ക്ലോസ് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം തുടക്കത്തിൽ ചിലപ്പോൾ നമ്മളായിരിക്കും. പക്ഷെ കമ്പനി ഗ്രോത്ത് ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന കപ്പാസിറ്റിയുള്ള സെയിൽസ് സ്റ്റാഫിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ ഒരു കാരണവശാലും ഒരു നിശ്ചിത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാ സമയത്തും നമ്മൾ ഓടിയില്ലെങ്കിൽ ആ വണ്ടി അവിടെ നിൽക്കും. നമ്മൾ എത്രത്തോളം ഓടുന്നു അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ വണ്ടി എന്താകും, മുന്നോട്ട് പോകും. എന്നാലും ഓരോ മാസവും നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോ ഏറ്റവും പറ്റുന്ന സെയിൽസിന്റെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഒരു കമ്പനിയിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ പോയിന്റ് ചെയ്ത് വെക്കേണ്ട 7ഓളം പില്ലേഴ്സ് ഉണ്ട് ഒരു സെയിൽസ് നടക്കുന്നതിന്. ഒരു കമ്പനിയിൽ 7ഓളം പില്ലേഴ്സ് ഉണ്ട്. ഇതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഒരു സെയിൽസ് നടക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാനല്ല, നമ്മളെ സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിക്കാനാണ്, അവരെ കോച്ച് ചെയ്യാനായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മളൊരു ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വാല്യൂഡായ പ്രീമിയം കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്നതിലായിരിക്കണം ഒരു ഓണർ ശ്രമം നടത്തേണ്ടത്. അയാൾ ഒരു ക്ലോസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രീമിയം കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ കമ്പനിയിൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റാൻ വേണ്ടി പറ്റണം. അപ്പോ സെയിൽസ് സ്റ്റാഫുകളെ പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമർ വന്ന ഉടനെ അയാളോട് ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാൻ പലതും തഫീലിനെ ഉദാഹരണം വെച്ചിട്ട് നിങ്ങളോട് പറയും. ഇത് പറയാൻ വേണ്ടി കാരണം എനിക്ക് എല്ലാ സ്ഥാപനത്തിന്റെയും ഒരു ഉദാഹരണങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അത് നിങ്ങളുടെ കമ്പനിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അപ്പോ ഒരു കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി 7 പില്ലേഴ്സ് ആണ്. നമ്മൾ മാർക്കറ്റിംഗ് ടീം മുഖേന നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നു അല്ലെ. മാർക്കറ്റിംഗ് ടീമിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി നമ്മൾ ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നു. ഇമെയിലുകൾ വഴി നമ്മൾ ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നു. നമുക്ക് പല മെത്തേഡുകൾ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, കസ്റ്റമറെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ കസ്റ്റമറെ നമ്മൾ കണ്ടെത്തിയാൽ ഒരു കസ്റ്റമർ നമ്മുടെ തഹ്ഫീലിലേക്ക് നമ്മൾ നൗജിദും ടീമൊക്കെയാണ് ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു കസ്റ്റമറെ ലീഡ് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലേക്ക് വന്നു ഒരു കസ്റ്റമർ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ അടുത്ത് ആദ്യം കാണേണ്ട സാധനം അവരുടെ നീഡ് ആൻഡ് വാണ്ട, അവർക്ക് എന്താണ് ആവശ്യം എന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓരോ കസ്റ്റമറും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് എന്തെങ്കിലും ഒരു നീഡ് അവർക്കുണ്ടാകും അല്ലെ. നമ്മൾ ലുലുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു നീഡ് ഉണ്ടാവും. നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോൾ നമ്മളൊരു നീഡുണ്ട്. എന്താണോ നീഡ്? നമുക്ക് വിശക്കുന്നു എന്നുള്ളതാണ് നമ്മളെ നീഡ് അല്ലെ. ആ നീഡ് ഓരോ കാര്യത്തും നമ്മളൊരു കസ്റ്റമറായി ഏത് സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിലും ആ കസ്റ്റമർക്ക് ഒരു നീഡുണ്ട്. ഇപ്പൊ എന്റെ ഓഫീസിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അയാളെ നീഡ് അയാൾ ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതായിരിക്കും. നമ്മളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു വിസ എടുക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു നീഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കസ്റ്റമർ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഈ നീഡും വാണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, അതെല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് അല്ലെ. നീഡും വാണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സെക്കൻഡ്, എന്താ വാണ്ടും നീടും തമ്മിലുള്ള വ്യത്യാസം? നീഡ് എന്ന് പറഞ്ഞ ആവശ്യം,
നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പോയി, വിശന്നതുകൊണ്ടാ പോയത് അല്ലെ. വിശന്നിട്ട് നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പോയ സമയത്ത് ഒരു മീൽസ് പറയാൻ ഉദ്ദേശിച്ചിട്ടാ പോയത്. അവിടെ എത്തിയപ്പോ തൊട്ടപ്പുറത്തെ ടേബിളിൽ നല്ല മട്ടൻ ബിരിയാണി കണ്ടു. എന്റെ വിശപ്പിന്റെ നീട് മാറി. ഞാൻ ആദ്യം മീൽസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ അതിൽ നിന്ന് അതിലേക്ക് മാറി, എന്റെ വാണ്ടിലേക്ക് മാറി, എന്റെ ആഗ്രഹത്തിലേക്ക് മാറി. ഒരു സെയിൽസിന്റെ ഹൈ ടിക്കറ്റിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടി വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക കസ്റ്റമറിന്റെ വാണ്ട് തിരിച്ചറിയുമ്പോൾ. ഞാൻ മീൽസ് ഓർഡർ ചെയ്തു. മീൽസ് ഓർഡർ ചെയ്ത സമയത്ത് അതിലൂടെ അതിന്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ എന്ത് വരുന്നു, നല്ല ചെമ്പല്ലി ഇങ്ങനെ തവ ഫ്രൈ ആയിട്ടാണ് വെച്ചത് കാണുന്നത്. ഞാൻ ഉടനെ അതുകൂടി ഓർഡർ ചെയ്തു. രണ്ടാമത്തെ ഓർഡർ എന്റെ എന്താണ്, വാണ്ടാണ്, എന്റെ ആഗ്രഹമാണ് അല്ലെ. എന്റെ ഓഫീസിലേക്ക് ലൈസൻസിന് ഒരാൾ വരുന്നു. ലൈസൻസിലേക്ക് വരുന്നത് അയാൾക്കൊരു ലൈസൻസ് മാത്രമാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു, ഒരു ലൈസൻസ് എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ അയാൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ലൈസൻസ് എടുത്തതിന് ശേഷം അവർക്ക് ലൈസൻസ് കൊണ്ട് ഒരിക്കലും ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, വെബ്സൈറ്റ് വേണം. ഇത് കഴിഞ്ഞതിന് ശേഷം ലീഡ് ജനറേറ്റ് ചെയ്യാനും കസ്റ്റമറെ കിട്ടാനുള്ള സംവിധാനങ്ങൾ വേണം, സ്ട്രാറ്റജി വേണം, അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് വേണം. ഇതൊക്കെ ഇതിന് ശേഷം നടക്കേണ്ട, അതിന് ശേഷം നടന്നാൽ മതി. പക്ഷെ ആ ഒരു വാണ്ടിനെ നമ്മൾ എന്താക്കണം, എപ്പോഴും നമ്മുടെ ഓരോ സ്ഥാപനത്തിലും കസ്റ്റമറുടെ നീഡ് കണ്ടെത്തിയാൽ അതോടൊപ്പം അവരെ വാണ്ട് കൂടി കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിലെ ക്ലോസിങ്ങും അതുപോലെ തന്നെ അതിന്റെ സെയിൽസും നേരെ ഡബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആദ്യം നീഡ് കണ്ടെത്തുക എന്നുള്ളതാണ്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരാൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നീഡ് കണ്ടെത്തുന്നത്, അവരുടെ ആവശ്യം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇപ്പോ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള നിലക്കായിരിക്കൂല വരുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ എടുത്ത് അയാൾക്ക് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കും വരുന്നത്. ആ വരുന്ന ആളോട് അയാളുടെ ആവശ്യങ്ങൾ കറക്റ്റായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാതെ, അയാളുടെ ആവശ്യം എന്താണെന്ന് അറിയാതെ നമ്മുടെ സെയിൽസിന്റെ സ്റ്റാഫ് പോയി ഇവിടെ മെയിൻലാൻഡിൽ നിങ്ങൾ വലിയൊരു ഒരു ഷോപ്പ് എടുത്ത് അതിലേക്ക് ഒരു 10-25 സ്റ്റാഫിന് എടുക്കേണ്ട രൂപത്തിലുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ ആവശ്യം അല്ല നമ്മൾ പറയുന്നത്. ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ ഒരു കാരണവശാലും കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആവശ്യം കറക്റ്റായി അറിയാന്നുള്ളത്. ഇപ്പൊ യാഷിക് സാഹിബിന്റെ അല്ലെങ്കിൽ നമ്മുടെ നൗഫൽ ഖാന്റെ ഒക്കെ കമ്പനികൾ സ്റ്റീല് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ഒരു കസ്റ്റമർ അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുക. നമ്മൾ മൊത്തത്തിൽ ഒരു അതിന്റെ ബെനിഫിറ്റുകൾ മാത്രം പറഞ്ഞാൽ ആ കസ്റ്റമറെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റൂല. ആദ്യം അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ഉള്ളിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ ഒന്നാമത്തെ ആവശ്യം. ഞാൻ കുറച്ചു മുമ്പ് ഒരു വാഷിംഗ് മെഷീൻ എടുക്കാൻ വേണ്ടി സിറ്റി സെന്ററിൽ കാരിഫോറിലേക്ക് പോയ സമയത്ത് ഇവർ ഇതിന്റെ വാട്ട്സ് അതുപോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി കാര്യങ്ങൾ ഇതൊക്കെ ഇതെല്ലാം പറഞ്ഞു. പക്ഷെ LG-യുടേതാണെന്ന് തോന്നുന്നു, 7 കിലോ ഇട്ടലക്കാൻ വേണ്ടി പറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അവിടുന്ന് സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ മറ്റൊരു സമയത്ത് ലുലുവിലെ സ്റ്റാഫ് എന്നോട് ഏതാണ്ട് സാറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ എത്രയായി, കുറെ ക്വസ്റ്റ്യൻസ് അയാൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നോർമൽ സംസാരത്തിന് ഇത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, നമുക്ക് ആർക്കും മനസ്സിലാകാനും പാടില്ല. ഇത് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ വരേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം 2 വർഷമായി. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തിന്റെ ഉള്ളിൽ എന്റെ വാഷിംഗ് മെഷീൻ തകരാറായി. ഇനിയിപ്പോ രണ്ടാമത്തത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയുടെ തന്നെ വേണമെന്നുള്ള രൂപത്തിൽ പറഞ്ഞു. ഇവൻ ഉടനെ പറഞ്ഞ് വാഷിംഗ് മെഷീൻ പല ആൾക്കാരും ഇങ്ങനെ തകരാറാകുന്നുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഈ ക്വിക്കിൽ മാത്രം നിങ്ങൾ ഇട്ടിട്ട് അലക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ മെഷീനിന് കംപ്ലൈന്റ് വരും. പലതും നിങ്ങൾക്ക് സ്ലോയിലായിട്ട് അലക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവും. ഇയാൾ ഇതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് അന്വേഷിച്ച് എന്റെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞു തന്നു. മറ്റേയാൾ പറയുന്നതിനേക്കാൾ ഏകദേശം 300-400 ദിർഹംസ് അധികം കൊടുത്ത് ഇയാൾ പറഞ്ഞ അതേ സാധനം ഞാൻ പോയിട്ട് ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം ലുലുവിൽ പോയിട്ട് വാങ്ങും.
രണ്ട് സ്ഥലത്തുണ്ടായ ഡിഫറൻറ്റ് എന്താണ്? മറ്റേയാൾ എന്നോട് പറഞ്ഞത് അതിന്റെ ബെനിഫിറ്റുകളാണ്, അല്ല അതിന്റെ ബെനിഫിറ്റ് അല്ല, അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതിന്റെ കപ്പാസിറ്റി ഇത്രയാണ്, ഇതിന് പിന്നെ ഇത്ര വാട്സ് നഷ്ടപ്പെടും. ഇതൊന്നും എന്റെ പെയിൻ പോയിന്റ് അല്ല. എന്റെ പെയിൻ പോയിന്റ് എന്തായിരുന്നു? ഇത് പെട്ടെന്ന് തകരാറൊന്നും ഇല്ലാതെ കുറച്ചു കാലം നിൽക്കുന്ന നല്ലൊരു വാഷിംഗ് മെഷീൻ ഏതാണ് എന്ന് എന്നോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സെയിൽസ്മാൻ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത് പലപ്പോഴും നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അനുഭവം ഉണ്ടാവും. അപ്പൊ ആ ഒരു നീഡ് കറക്റ്റായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അത് മനസ്സിലാക്കിയ രണ്ടാമത്തത്, അതിന് നീഡ് കസ്റ്റമർക്ക് ഉണ്ടാവും, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. കസ്റ്റമർ നീഡുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അതിനെ പല ചോദ്യങ്ങളുമായിട്ട് നമ്മൾ കസ്റ്റമറെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, നിങ്ങൾ സെയിൽസിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സെയിൽസിന്റെ ശാസ്ത്രം പോലും നിങ്ങൾ കുറേ അങ്ങോട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ കമ്പനിയുടെ ബെനിഫിറ്റോ അല്ലെങ്കിൽ കമ്പനിയുടെ പാരമ്പര്യം ഇതൊന്നും പറയാനല്ല. ഒരു സെയിൽസ് ക്ലോസിംഗ് നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 or 8 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് നടക്കണം. അത് ക്വസ്റ്റ്യൻ ആണ് എന്ന് തിരിയാത്ത രൂപത്തിൽ നടക്കുകയും വേണം. ഒരാൾ വരുന്നു, വന്ന ഉടനെ നമ്മള് ഇവരെ പേര്, കാര്യങ്ങള്, നാട്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടുന്നത്. ഈ പരിചയപ്പെടുന്നതിന്റെ ഇടയിൽ ഇവരുടെ നീഡ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക ഈ ക്വസ്റ്റ്യനിലൂടെയാണ്. ഇവരുടെ ഉള്ളിൽ എന്താണ് ആവശ്യം എന്നുള്ളത് കറക്റ്റായി കണ്ടെത്താൻ കഴിയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറലാണ് ഒരു സെയിൽസ്മാന്റെ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. അത് കറക്റ്റായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ മൂന്നാമത്തെ കാര്യമാണ് സൊല്യൂഷൻ. ആ സൊല്യൂഷനാണ് ആരെനിക്ക് തന്നത്? വാഷിംഗ് മെഷീൻ ലുലുവിൽ നിന്ന് സെയിൽസ്മാൻ പറയുന്ന സമയത്ത് ആ സൊല്യൂഷനാണ് എനിക്ക് തന്നത്. നമ്മളിപ്പോ തഫീലിൽ ഒരാള് വിസയും ലൈസൻസും മാത്രം എടുക്കാൻ വേണ്ടിട്ട് വരുമ്പോ അയാൾക്ക് അതിന് പറ്റുന്ന ഏറ്റവും ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സാധനം, അതിന്റെ ഒരു സൊല്യൂഷൻ കൊടുക്കലായിരിക്കണം നമ്മളവിടെ കൊടുക്കേണ്ടത്, അല്ലേ? അതിന് പകരം അയാളോട് വലിയൊരു കാര്യങ്ങൾ പറഞ്ഞ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ബഡ്ജറ്റിനോ കാര്യങ്ങൾക്കോ എത്താത്ത വലിയൊരു സാധനം അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ ആ കച്ചവടം അവിടെ നടക്കൂല. ഒരു സെയിൽസിന് ഏറ്റവും നന്നായിട്ട് അറിയേണ്ടത് നീഡ്സ് അറിയാം, അതിനെ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയതിനു ശേഷം അതിന് പറ്റുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. സാർ ഇതല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കൂല, ഇതിന് ഏറ്റവും സാറിന് പറ്റുന്ന സൊല്യൂഷൻ ഇതാണ്. അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതില്ലേ, അത് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സെയിൽസ്മാൻ ആയിരിക്കും നിങ്ങളുടെ ഓഫീസിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല ക്ലോസർ എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നടന്നാൽ, ഇത് 3 നടക്കുന്നത് കസ്റ്റമറുടെ പെയിൻ പോയിന്റ്, അയാളുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ നടക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നടന്നാൽ നാലാമതായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറയേണ്ടത്, അതിന്റെ വാല്യൂ. സാർ ഇതെടുത്താൽ ഇതിന് ഇത്ര വാട്ട്സ് ഉണ്ട്, നിങ്ങളുടെ കറണ്ടിന്റെ ചെലവൽ കുറച്ച് കുറഞ്ഞു കിട്ടും, ഇതിൽ 7 കിലോ 8 കിലോയുടെ കപ്പാസിറ്റി ഉണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അതിന്റെ വാല്യൂ പറയുന്നില്ലേ, ഇത് ജർമ്മൻ കമ്പനിയാണ്. അത് 4ാമത്തെ സ്റ്റെപ്പാണ്. ചില ആൾക്കാർ തുടങ്ങുമ്പോൾ തന്നെ ഇത് ജർമ്മനാണ്, മറ്റേത് ജപ്പാനാണ്, ഇത് ആ പറച്ചിലിന് പകരം ഈ 4 അതൊരു ഒരു 1-2 സെക്കൻഡിൽ, അല്ലെങ്കിൽ ഇത് ഒരുപാട് വലിയൊരു ടൈം എടുത്തിട്ട് ചെയ്യുന്ന സംഭവം ഒന്നല്ല കേട്ടോ. ഇത് നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ നടക്കേണ്ട ഒരു പ്രക്രിയ. വലിയൊരു ടൈം എടുത്ത് കുറെ നേരം നാട്ടു വിവരങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് നീഡിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി, അതല്ല. ഇത് നമ്മുടെ ഒരു സംസാരത്തിന്റെ ഫ്ലോയിൽ വരേണ്ട ഒരു പ്രക്രിയ. ഈ 3 കാര്യങ്ങൾ വളരെ കറക്റ്റായി പറഞ്ഞതിന് ശേഷമായിരിക്കണം കസ്റ്റമറുടെ ഉള്ളിലേക്ക് മെല്ലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അതിന്റെ വാല്യൂ എത്തിച്ചു കൊടുക്കേണ്ടത്. വാല്യൂ ഫസ്റ്റ് എത്തിക്കുമ്പോൾ നമ്മളെ സെയിൽസിന്റെ സാധ്യത വളരെ കുറവായിരിക്കും. ഞാനിപ്പോ ഷംസിന്റെ മഹത്വം, അല്ലെങ്കിൽ പിന്നെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്ന, അല്ലെങ്കിൽ മൈതാന ഫ്രീസോന്റെ മഹത്വം നേരെ നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ അടുത്ത് പറഞ്ഞു തന്നതിനെ കൊണ്ട് എന്താ കാര്യം? അയാളുടെ ആവശ്യം അറിയണല്ലോ, അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോ 4ാമത്തെ പില്ലറായിട്ട് മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, വാല്യൂ പറയാൻ പാടുള്ളൂ. വാല്യൂ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ അത് ഒറ്റയടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ മുറിയില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക്
സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് പോലെ എടുത്തു വെക്കാനുള്ള, അത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മളെ സെയിൽസ് സ്റ്റാഫിനെ പരസ്പരം ഇരുത്തിയിട്ട് പോലും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട സംഭവമാണ്. ഇതെല്ലാം വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ, ഈ കോർപ്പറേറ്റിൽ പണിയെടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും സെയിൽസിൽ എന്തൊക്കെ ട്രെയിനിങ്ങുകൾ നടക്കും, എത്ര പ്രാക്ടീസുകൾ നടക്കും, എത്ര പരസ്പരമുള്ള ഡിസ്കഷൻസ് നടക്കും, എത്ര കോളിങ്ങുകൾ അവരെ കൊണ്ട് പിന്നെ ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്യിപ്പിക്കും. ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇതൊക്കെ ഒരു എക്സ്പേർട്ടായ സെയിൽസ്മാൻ മുറിക്കുന്നത് പോലെ ഒരു പുതിയ സെയിൽസ്മാനോ എന്തുകൊണ്ടാണ് മുറിക്കാൻ പറ്റാത്തത്? അതിന് വർഷങ്ങളുടെ പ്രാക്ടീസ് ഉണ്ട്. പലരോടും പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ഒരു 2 വർഷം മുമ്പ് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അയാള് നമുക്ക് നല്ല പണി തന്നിട്ട് പോയ ആളാണ്. ഞാൻ അയാളെ ഒരു വ്യക്തിത്വം കൊണ്ട് പറയുന്നതല്ല, പക്ഷെ ക്ലോസർ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറെ കയ്യിൽ കിട്ടിയാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഏത് കസ്റ്റമറെയും നമുക്ക് കറക്റ്റായി അവരുടെ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ മുറിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇയാള് ഓരോ ദിവസവും ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന കസ്റ്റമറുടെ വലുപ്പവും, പിന്നെ അയാൾ മെല്ലെ മെല്ലെ നമ്മള് കമ്പനി അറിയാതെ പുറത്തുനിന്നുള്ള പല കാര്യങ്ങളും നടത്തിയപ്പോഴാണ് കമ്പനി പിരിച്ചുവിടാണ്ട് വന്നത്. പക്ഷെ ഇത് എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകേണ്ട ഒരു സാധനമാണ്. അത് നമ്മൾ നല്ല ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഏറ്റവും നന്നായി പറ്റുന്ന കാണുന്ന സ്റ്റാഫുകൾക്ക് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. സെയിൽസ് പല ആൾക്കാരും നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നന്നായി വിവരിക്കും അല്ലെ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലേ? എല്ലാം വിവരിക്കും, പക്ഷെ മുറിക്കാൻ പറ്റില്ല. കസ്റ്റമർ മുറിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ആ ക്യാഷ് വാങ്ങാന്നുള്ളതല്ലേ അവസാനം. അയാൾ കൺവേർട്ട് ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്നുള്ള പൈസ വാങ്ങുക എന്നുള്ളതാണ് ഒരു സെയിൽസിന്റെ അവസാനം അല്ലെ? ഇയാൾ വിവരിക്കും, ഇയാൾ നന്നായി പ്രസന്റ് ചെയ്യും, പക്ഷെ മുറിക്കാൻ പറ്റില്ല. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യാത്തത് കൊണ്ടാണ്. വാല്യൂ പറയേണ്ടത് ഈ കാര്യങ്ങളെ കസ്റ്റമർ കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സാധനത്തിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഇതിൽ ഒന്നാമത്തത് നീഡ് ആൻഡ് വാണ്ട്, അത് രണ്ടും അറിയാന്നുള്ളതാണ്. ഒന്നാമത്തത് നീഡും വാണ്ടോടും കൂടി കസ്റ്റമർ വരുന്നു. രണ്ടാമത്തത് അതിനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് അതിന്റെ സൊല്യൂഷൻ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ പറയും. പ്രൊഡക്റ്റിന്റെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത്. വലിയ ബ്രാൻഡായ കമ്പനികൾക്ക് ഇപ്പോൾ ട്രസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുമല്ലോ. ഇപ്പൊ ലുലുവിൽ പോയാൽ ലുലുന്ന് അവർക്ക് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടാവും. ഇത് ഇന്ത്യയിലെ നമ്പർ 1 ബിസിനസ്സുകാരനായ യൂസുഫ് അലിഖാന്റെ സ്ഥാപനമാണ്. ഇവിടെ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. 10,000-കണക്കിന് ആളുകൾക്ക് അന്നം കൊടുക്കുന്നതാണ്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ വരുമ്പോ അയാൾക്ക് നമ്മളെ പോലെയുള്ള 10,000-കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മളെ പോലെയുള്ള 10,000-കണക്കിന് ആളുകളെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് എന്തുകൊണ്ട് നൗഫൽ ഭായിനെ തെരഞ്ഞെടുക്കണം? അതിൽ നിന്ന് എന്തുകൊണ്ട് നൗജിദിനെ തെരഞ്ഞെടുക്കണം? അത് തെരഞ്ഞെടുക്കണമെങ്കിൽ ആ ട്രസ്റ്റ് നമുക്ക് അവരുടെ അടുത്ത് ബിൽഡ് ചെയ്യാൻ പറ്റണം. അപ്പോ അതിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂ വളരെ പ്രധാനമാണ്. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വളരെ പ്രധാനമാണ്. നമ്മുടെ വെബ്സൈറ്റ് വളരെ പ്രധാനമാണ്. നമ്മുടെ ഓഫീസ് എത്ര വർഷം അവിടെ നിലനിന്നു വളരെ പ്രധാനമാണ്. ഇതിന്റെ ഓണറുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനമായിരിക്കും. ഇതൊക്കെയുള്ള ഒരു സംഭവമാണ് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും വേണ്ടി വരില്ല, എല്ലാവർക്കും ആവശ്യം വരില്ല. ചിലപ്പോൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്ന കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കാൻ ഒരു കസ്റ്റമർ മുറിയാൻ ഇതുകൂടി ആവശ്യം വരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അവരെ ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നന്നായി ഒരു കമ്പനി തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ എല്ലാ പ്ലാറ്റ്ഫോമിനെയും സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇത്ര ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. പഴയതുപോലെ അല്ല. ഇന്ന് ഇതൊക്കെ ഉണ്ടായാലും വെബ്സൈറ്റ് വളരെ നല്ലൊരു വെബ്സൈറ്റ്. നമ്മൾ ഗൂഗിൾ റിവ്യൂസ്, എത്ര ഗൂഗിൾ റിവ്യൂസ് വന്നു, അതിൽ എത്ര നെഗറ്റീവ് വന്നു, എത്ര പോസിറ്റീവ് ഉണ്ട്, കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കസ്റ്റമർ നമ്മളെടുത്ത് മുറിയുന്നത് അല്ലെ? അപ്പോ ആ ഒരു പിക്ചർ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ ഒരു കപ്പൽ നമ്മളാണ്.
നമ്മളെ സ്ഥാപനമാണ് ഇതിന്റെ ശരിക്കുള്ള കപ്പൽ. കപ്പലിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് കൊണ്ട് കസ്റ്റമർ മുറിയില്ല. ഇതിന്റെ ഒരു 5ാമത്തെ ഘട്ടമായിട്ട് ട്രസ്റ്റിനെ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഒരു വ്യക്തമായ ഒരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റണം. 10-20 വർഷമായിട്ടുള്ള സ്ഥാപനം നമ്മൾ ഇതുവരെ ചെയ്തതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തതിൽ കസ്റ്റമർക്ക് 100% ഹാപ്പി ആയിട്ടല്ലാതെ നമ്മൾ ഇവരെ ഉണ്ടാക്കിയിട്ടില്ല. കസ്റ്റമറെ നമ്മൾ വിടാറില്ല. നമുക്കിപ്പം വരുന്ന ക്ലയന്റിൽ കൂടുതലും മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു സംഭവമില്ലേ? ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു ട്രസ്റ്റ് കസ്റ്റമറും ഈ സെയിൽസ്മാനും തമ്മിലുള്ള ഒരു ബന്ധം ബിൽഡ് ചെയ്യുക. അത് 5ാമത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പിന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ 5 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടുകൂടി എന്നാ പിന്നെ നൗഫൽക്ക പിന്നെ 12,500 ഇതങ്ങ് മുറിച്ചൂടെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമുക്ക് മെല്ലെ എന്താക്കാൻ വേണ്ടി പോകാൻ പറ്റും. ആദ്യം തന്നെ മൈന ഫ്രീ സോണാണ് 12,500 എന്താക്കുന്നത് ഇപ്പം തന്നെ എടുത്തൂടെ എന്ന് ചോദിച്ചാൽ കസ്റ്റമർക്ക് അതിന് ഒരു ധാരണയില്ല. പല ആൾക്കാരെ പല വീഡിയോസ് കാണുന്നുണ്ട്. ഇത് എന്തിനാ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല. ഒരു കാരണവശാലും എന്താവില്ല, കസ്റ്റമർ മുറിയില്ല. നമ്മൾ ഇതിനെ വളരെ കൃത്യമായി കൊണ്ടുപോയി അവസാനം കസ്റ്റമർ എടുത്തുന്ന ഒരു ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ പോയിന്റാണ് ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളത്. 5ാമത്തെ പോയിന്റ് അവരോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവസാനം അവരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുക. അവർക്ക് ഡിസിഷൻ പെട്ടെന്ന് കസ്റ്റമർ എടുക്കൂല. ഇവർക്ക് പല റിജക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കസ്റ്റമറുടെ റിജക്ഷനെ എങ്ങനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടാവുമല്ലോ. വന്ന് സംഭവങ്ങളൊക്കെ നോക്കി അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടെല്ലാം ഉണ്ടാവും. എന്നാലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഒന്ന് വൈഫിനോട് ചോദിക്കട്ടെ, അല്ലേ? അല്ലെങ്കിൽ ഞാനൊന്ന് ഫാദറിനോട് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ പാർട്ട്ണറോട് ചോദിക്കട്ടെ. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, അപ്പുറത്തെ ഷോപ്പിൽ ഇത്ര പൈസ ഇല്ല. ഇതെല്ലാം റിജക്ഷന്റെ പിന്നെ സാധ്യതകളാണ്. ഈ റിജക്ഷനെ എങ്ങനെയൊക്കെ മടക്കിയിട്ട് തിരിച്ചിട്ട് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻ അറിയേണ്ട. അപ്പൊ അവരെ ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പരസ്പരം നമ്മളെന്തിനാ ഇരിക്കുന്നത്? ഇവനെ കൊണ്ട് പൈസ വാങ്ങാനാണ്. എന്നിട്ട് ആ പൈസ വാങ്ങാന്നുള്ളതില് തന്നെയായിരിക്കണം ഫോക്കസ്. പൈസ വാങ്ങിയാലല്ല കച്ചവടം മുറിയും. അപ്പൊ ആ പൈസ വാങ്ങാൻ, അല്ലെങ്കിൽ അയാളുടെ അടുത്തുനിന്ന് ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണോ വേണ്ടത് അത് എങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് അത് പിന്നെ ആ ഡിസിഷൻ എടുപ്പിക്കാൻ പറ്റും. വൈഫിനോട് എന്നാ സാറിന് ഇപ്പം തന്നെ വൈഫിനോട് ചോദിച്ചിട്ടൊന്ന് ഉറപ്പിച്ചൂടെ, ഇത് സാറിന് ഏതായാലും ഇഷ്ടപ്പെട്ടല്ലോ, എന്തായാലും സാറിന് ആവശ്യമുള്ളതല്ലേ എന്ന രൂപത്തിൽ. ഇത് പ്രൈസ് കൂടുതലാണ് സാറേ, അപ്പുറം പോയത് ഇതേ സാധനം ചിലപ്പോൾ കിട്ടും, പക്ഷെ അടുത്ത വർഷത്തേക്ക് ചിലപ്പോ ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി നമ്മളല്ലേ. പല രൂപത്തിലുള്ള റിജക്ഷൻ അനുസരിച്ചിട്ട് ഏതാണോ നമ്മൾ അതിന് കൊടുക്കേണ്ട മറുപടി, ആ മറുപടികൾ കൊടുത്ത് അവരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. ഈ ഡിസിഷൻ എടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ ആയല്ലേ. അവരുടെ പേയ്മെന്റ് വന്നു, അവരുടെ വർക്കുകൾ വളരെ കറക്റ്റായി ചെയ്തു കൊടുക്കാനുള്ള, ഇത് സെയിൽസ്മാന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിനെ ഫൈനലാക്കി അതിന്റെ ഓപ്പറേഷൻസ് വളരെ കറക്റ്റായി ഇവർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസ്മാന്റെ അടുത്ത ഉത്തരവാദിത്വം. അതിന്റെ ട്രാൻസാക്ഷൻ വളരെ കറക്റ്റ് ആക്കുക. ഇത് കഴിഞ്ഞാൽ ആ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഒരു കസ്റ്റമർ നിങ്ങളുടെ ക്ലയന്റായി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ബിസിനസ്സിൽ ആരാണ് കൂടുതലും ക്ലയന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ ആരാണ്? ഓരോ ദിവസവും പുതിയ കസ്റ്റമർ ആണോ നിങ്ങൾക്ക് കൂടുതൽ ലാഭം കൊണ്ട് തരുന്നത്? ഓരോ ദിവസവും പുതിയ കസ്റ്റമേഴ്സ് ആണോ നിങ്ങളെ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്? ഒരു കാരണവശാലും അല്ല. നിങ്ങളടുത്ത് മുമ്പേ വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ ആരാണ്, ആ കസ്റ്റമർ ആണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? ആ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ. പലപ്പോഴും പല സ്ഥാപനങ്ങളും കസ്റ്റമർ വന്നു ഒറ്റ പ്രാവശ്യം ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് വരെ ഇവന്റെ എല്ലാ വർത്താനം ഉണ്ടാവും. അയാൾ അത് ചെയ്ത് കഴിയുന്നതോടുകൂടി അയാളെ മാക്സിമം കഷ്ടപ്പെടുത്തി അതോടുകൂടി എല്ലാം അലാക്കാക്കുന്ന സ്വഭാവം ഇല്ലേ, അത് ബിസിനസ്സിൽ ഉണ്ടാവരുത്. അത് സെയിൽസ്മാൻ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇയാളാണ്
ഈ കസ്റ്റമറാണ് നാളത്തെ നമ്മുടെ റെഫറൻസ്. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല കമ്പനി കേട്ടാ യാഷിക്കിന്റെ ഇൻസൈഫ്, നമ്മൾ കൊടുത്താൽ മതി, ബാക്കിയൊന്നും അറിയണ്ട. നല്ല കമ്പനിയാണ് നൗജിദ്, എന്താ സർവീസ്, ആ ഒരു പറച്ചിലുണ്ടല്ലോ, അത് പറയാനും വേണ്ടി സാധിക്കുന്ന രൂപത്തിലേക്ക് ഒരു കമ്പനിയെ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സെയിൽസ്മാന്റെ റെഫറൻസ് ഉണ്ടാക്കുക. അതോടൊപ്പം ഇയാളുടെ അടുത്ത ഓരോ വർക്കുകളും നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇയാൾ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായി മാറുക. കസ്റ്റമർ ആയിരിക്കണം ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ. നമ്മൾ പൃഥ്വിരാജിനെയോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദുൽഖറിനെയോ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. കസ്റ്റമർ പറയണം ഓരോ ആൾക്കാരടുത്തും ഗംഭീര സർവീസാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, ഇത് പറയുന്ന രൂപത്തിലേക്ക് കമ്പനിയെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ്. ഇത് സർക്കിളായി നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ സെയിൽസ് നമുക്ക് ഗംഭീരമായ ഒരു കമ്പനിയെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ സെയിൽസ് ടീമിനെ പഠിപ്പിച്ചു കൊണ്ടുവരാ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിലേക്കുള്ള യാത്രയാണ് ഒരു സെയിൽസിന് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ ആ സെയിൽസിന്റെ നിങ്ങളെ സെയിൽസ് സ്റ്റാഫുകൾ ഒരു ദിവസം എത്ര ആൾക്കാരെ കോൾ ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എത്ര എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സുമായിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്ര റെഫറൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ട് പറയുന്നു, നമ്മൾ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സെയിൽസിന് നമുക്ക് വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത് മതി കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം സെയിൽസിൽ വളരെ വലിയ ഒരു സബ്ജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതിന്റെ പില്ലറിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും സെയിൽസുമായി സെയിൽസ് ആണ് ഒരു കമ്പനിയെ നിലനിർത്തേണ്ടത്. നമ്മൾ മാർക്കറ്റിംഗും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞാൽ ഇത് സെയിൽസ്മാന്റെ കയ്യിലാണ് ഒരു കമ്പനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവർക്ക് എന്തും ചെയ്യാം. ഇതിനെ ചെറിയ പൈസക്കും വെക്കാം, വലിയ ഹൈ ടിക്കറ്റ് മാർജിനിൽ ഇവർക്ക് വെക്കാം. ഈ കസ്റ്റമറെ കൊളാക്കാം, നല്ല രൂപത്തിലേക്ക് ഇവർക്ക് എത്തിക്കാം. ഇതൊക്കെ ചെയ്യേണ്ടത് സെയിൽസ് ടീമാണ്. അപ്പൊ സെയിൽസിനെ ഏറ്റവും നന്നാക്കി കൊണ്ടുവരാന്നുള്ളതായിരിക്കണം നമ്മുടെ കമ്പനിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡിസ്കഷനും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്താൽ ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ നടത്താൻ വേണ്ടി പറ്റണം. ആ ഡിസ്കഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിൽ എത്രത്തോളം ഇത് അത്രമാത്രം അടുത്തൊരു ടീമായി ഇപ്പോ നമ്മുടെ ഇതിലുള്ളത്, വെബിനാറിലുള്ളത്. ഘട്ടം ഘട്ടമായി ഇത് ഡെവലപ്പായി വരും. അപ്പോഴും ഇതില് പല ആൾക്കാരുടെയും അനുഭവങ്ങൾ, പല സെയിൽസും എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഗ്രാബ് ചെയ്യാനും അവരുടെ കമ്പനിയിലേക്ക് അത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിലേക്കൊക്കെ എല്ലാവരും വരിക. കഴിയുമെങ്കിൽ ക്യാമറയ്ക്ക് ഓണാക്കി നമുക്കൊന്ന് ഡിസ്കഷനൊക്കെ നന്നാവുന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.